എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ലെസൺ സർക്കിൾസ്, വൃത്തങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 എല്ലാവരും കണ്ടു കാണുമല്ലോ. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. Once again, welcome back to our lesson today, circles or വൃത്തങ്ങൾ. വൃത്തത്തിലെ ആദ്യത്തെ തത്വമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിൽ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടകോണാണ്. If you join the ends of a diameter of a circle to any point on the circle, we get a right angle. അടുത്തതായി വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയാലോ? അതുപോലെ തന്നെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന്റെ പുറത്ത് കൂട്ടിമുട്ടിയാലോ? ഈ സന്ദർഭമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വൃത്തത്തിലെ CD വ്യാസമാണ്. F എന്ന ബിന്ദു വൃത്തത്തിൻ്റെ ഉള്ളിൽ, E എന്ന ബിന്ദു വൃത്തത്തിൽ, G എന്ന ബിന്ദു വൃത്തത്തിൻ്റെ പുറത്താണ്. വ്യാസത്തിൻ്റെ അറ്റങ്ങൾ F എന്ന ബിന്ദുവിൽ ചേരുമ്പോൾ, F ചലിപ്പിക്കുമ്പോൾ കാണുന്നത് കോണ് എപ്പോഴും 90േക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ E എന്ന ബിന്ദുവിൽ ചലിപ്പിക്കുമ്പോൾ, ഈ ഇവിടെ വൃത്തത്തിലാണ്, എപ്പോഴും നിങ്ങൾ കാണുന്നത് കോണ് 90 ഡിഗ്രിയാണ്. ഇനി വ്യാസത്തിൻ്റെ അറ്റങ്ങൾ ജിയിൽ കൂടി ചേരുമ്പോൾ, ജി ഇവിടെ വൃത്തത്തിൻ്റെ പുറത്താണ്, ജി ചലിപ്പിക്കുമ്പോൾ കാണുന്നത് കോണ് എപ്പോഴും 90േക്കാളും താഴെയായിരിക്കും. അതായത് ഡയാമീറ്റർ ഓർ വ്യാസത്തിന്റെ 2 എൻഡ് പോയിന്റ്സ് സർക്കിളിന്റെ ഉള്ളിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവ ഉണ്ടാക്കുന്ന ആംഗിൾ മോർ ദാൻ 90 എന്നും, സർക്കിൾസിന്റെ പുറത്ത് എൻഡ് പോയിന്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രിയേക്കാളും താഴെയായിരിക്കും. അത് നമുക്ക് ഇവിടെ തെളിയിക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഒരു സർക്കിൾ ഓർ വൃത്തം വരയ്ക്കുക. AB വ്യാസം, O സെന്റർ, അതിൽ എയിൽ നിന്നും ബിയിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റ് പി എന്ന പോയിന്റില് രണ്ടും കൂട്ടിമുട്ടുന്നു. കിട്ടുന്നത് മട്ടകോണാണ്. ബിയിൽ നിന്ന് എപിയിലേക്ക് ഒരു വര വരയ്ക്കുക. ഇത് കൂട്ടിമുട്ടുന്നത് സിയിൽ അടയാളപ്പെടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓർ കോൺ എ സി ബി എത്ര. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ത്രികോണം സി ബി പി പരിഗണിക്കുക. അതില് ഒന്ന് നോക്കൂ. ആംഗിൾ പിയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ എന്താണ് ഒരു ബന്ധം? ബൈ ട്രയാംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം, an outer angle of a triangle is the sum of opposite inner angles. അതായത് എതിർവശത്തുള്ള 2 ഉൾക്കോണുകളുടെ തുകയാണ് പുറം കോണ്. ഇവിടെ ഈ ട്രയാംഗിളില് 2 ഉൾക്കോണുകൾ, ഇന്നർ ആംഗിൾസ് ആരൊക്കെയാണ്? ആംഗിൾ പിയും ആംഗിൾ ബിയും. ഇതിന്റെ തുക ആംഗിൾ എ സി ബിക്ക്
തുല്യമാണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. ആംഗിൾ എ സി ബി equals angle P plus angle B. ഇതിൽ ആംഗിൾ P എത്ര? മട്ടകോണാണ്, 90 ഡിഗ്രി ആണ്. That is equals 90 plus angle B. 90 ഡിഗ്രിയുടെ കൂടെ ആംഗിൾ ബി രണ്ടും കൂട്ടിയ ആംഗിൾ ആണ് ആംഗിൾ എ സി ബി. അതിന്റെ അർത്ഥം ആംഗിൾ എ സി ബി 90-നേക്കാളും കൂടുതലാണ്. ആംഗിൾ എ സി ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇതുവരെ നമ്മൾ കണ്ടത് സർക്കിളിന്റെ വ്യാസത്തിന്റെ അറ്റങ്ങൾ സർക്കിളിന്റെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രി എന്ന് കിട്ടി. പിന്നെയോ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ സർക്കിളിന്റെ ഉള്ളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ 90 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യാസത്തിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് നിന്ന് വര വരച്ചിട്ട് സിയിൽ കൂട്ടിമുട്ടാണ്. സി ഇവിടെ എവിടെയാണ് സിയുടെ പൊസിഷൻ? സർക്കിളിന്റെ പുറത്ത്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കൂ. എ ബി ഡയാമീറ്റർ അടയാളപ്പെടുത്തൂ. ഓ സെന്റർ ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും വരയ്ക്കുന്ന വര സി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ബിയെ പി എന്ന പോയിന്റ് വരയ്ക്കുക. ഈ എ പിയും ബി പിയും കൂട്ടിച്ചേരുന്ന ആംഗിള് 90 ഡിഗ്രി നമുക്കറിയാം. അത്രയും നിങ്ങൾ ചെയ്യുക. ഇനി നോക്കൂ, നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പി സി ബി എത്രയാണെന്ന. അതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ പി ബി സി പരിഗണിക്കൂ. ഈ ട്രയാങ്കിളില് ഔട്ടർ ആംഗിൾ ആരാണ്? പുറം കോൺ ആരാണ്? ആംഗിൾ എ പി ബി അല്ലേ? അപ്പോ മുമ്പ് നമ്മൾ ചെയ്ത ആ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കാം. ട്രയാങ്കിൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അതെന്താണ്? രണ്ട് ഉൾകോണുകൾ, എതിർവശത്തുള്ള രണ്ട് ഉൾകോണുകളുടെ തുകയാണ് പുറം കോണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ആംഗിൾ എ പി ബി. ഇതേത് കോണാണ്? ഇത് പുറം കോണാണ്. ആരുടെ? ട്രയാങ്കിൾ പി ബി സിയുടെ. ഈക്വൽസ്. ഇതിന്റെ എതിർവശം എന്ന് പറയുന്നത് ബി സി ആണ്. ബി സിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി. നമുക്ക് എഴുതാം ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി. എന്തുകൊണ്ടാണ്? ബൈ ട്രയാങ്കിൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പ്രകാരം എതിർവശത്തുള്ള ഉൾകോണുകളുടെ തുകയാണ് പുറം കോണ്. ഇനി നോക്കൂ, എന്താണ് ആംഗിൾ എ പി ബി? ഇവിടെ കൊടുത്തിട്ടുണ്ട് 90 ഡിഗ്രി ആണ്. 90 ഈക്വൽസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി. നമുക്ക് ഇവിടെ വേണ്ടത് ആംഗിൾ എ സി ബി ആണ്. ആംഗിൾ സി ആണ് ആവശ്യം. ആംഗിൾ സി കിട്ടാൻ എന്ത് ചെയ്യണം? 90-ൽ നിന്ന് ആംഗിൾ ബി കുറച്ചാൽ മതിയില്ലേ? അപ്പോ 90 മൈനസ് ആംഗിൾ ബി. 90 മൈനസ് ആംഗിൾ ബി എന്താണ്? ആംഗിൾ സി ആണ്.
നിന്ന് ഒരു ആംഗിൾ ബി കുറയ്ക്കുന്നതാണ് ആംഗിൾ സി. അതിന്റെ അർത്ഥം എന്താണ്? ആംഗിൾ സി ഇസ് ലെസ് ദാൻ 90. ആംഗിൾ സി 90 ഡിഗ്രിയേക്കാളും ചെറുതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്തത് 3 കാര്യങ്ങളാണ്. വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ കൂടിച്ചേരുന്നത് വൃത്തത്തിന്റെ അകത്താകാം, വൃത്തത്തിന്റെ പുറത്താകാം, വൃത്തത്തിലാകാം. വൃത്തത്തിലകത്താണെങ്കിൽ ഉണ്ടാകുന്ന കോണ് അഥവാ ആംഗിൾ മോർ ദാൻ 90 ആണ്. വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ ഉണ്ടാകുന്ന കോണ് ലെസ് ദാൻ 90യും വൃത്തത്തിലാണെങ്കിൽ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രിയും ആണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട തത്വം ഇതാണ്. വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ 2 അറ്റത്ത് നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അഥവാ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ച കണ്ടീഷൻസും തിയറംസും എല്ലാവരും ആവർത്തിച്ച് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിനടിസ്ഥാനമാക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. എല്ലാവർക്കും നന്ദി.